എന്തോരു സ്നേഹമീത് നിൻ കണ്ണുകൾ എന്നെയും കണ്ടുവല്ലോ. എന്തോരു സ്നേഹമീത് നിൻ കണ്ണുകൾ എന്നെയും കണ്ടുവല്ലോ. പാരിൽ പരദേശി ഞാൻ, ഭൂവിൽ എന്നും വഴിയാത്രികൻ. പാരിൽ പരദേശി ഞാൻ, ഭൂവിൽ എന്നും വഴിയാത്രികൻ. വീടുണ്ടെനിക്കുയരെ ഉയരെ അവിടേക്കു ഞാൻ പോകുന്നേ. വീടുണ്ടെനിക്കുയരെ ഉയരെ അവിടേക്കു ഞാൻ പോകുന്നേ. എന്തോരു സ്നേഹമീത് നിൻ കണ്ണുകൾ എന്നെയും കണ്ടുവല്ലോ. എന്തോരു സ്നേഹമീത് നിൻ കണ്ണുകൾ എന്നെയും കണ്ടുവല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ശ്രേഷ്ഠമായ വചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവുമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ആമേൻ. ഈ വചനത്തിനകത്ത് കണ്ട ഒരു വാക്ക് കേട്ടോ, 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഒരു തമാശ പോലെ തോന്നിയിട്ടുണ്ട്. ഈ ഉപവാസം എന്ന് പറയുമ്പോഴേ ചിലർക്ക് വിശപ്പാ തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഉപവസിച്ചപ്പോൾ യേശുവിന് വിശന്നില്ല. ഉപവസിച്ച് തീർന്നപ്പോൾ യേശുവിന് വിശന്നു. ഞാൻ അതിൻ്റെ ഒരർത്ഥം ഇതാണ്: നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച ശേഷമേ നിനക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. പലരും പല കാര്യങ്ങൾ തുടങ്ങും, അതിൻ്റെ ഇടയിലങ്ങ് സ്റ്റക്കായി പോവുകയോ അത് റൂട്ട് മാറുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ യേശു 40 ദിവസം ഉപവാസം ഇരുന്ന് പൂർത്തീകരിച്ച ശേഷം, യേശുവിൻ്റെ ഒരു മനോഹരമായ പേരാണ് ആൽഫ ഒമേഗ, തുടങ്ങുന്നവനും പൂർത്തീകരിക്കുന്നവനും. വേറൊരു വാക്ക് പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. ഇപ്പോൾ യേശുവിൻ്റെ ആ നെയിം തന്നെ അത് തന്നെയാണ്, പൂർത്തീകരിക്കുന്ന കർത്താവ്. ഇത് ഞാൻ പറയുമ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബെൻഡിങ്ങായി പൂർത്തീകരിക്കാതെയൊക്കെ കിടപ്പില്ലേ, കർത്താവ് സഹായിക്കും കേട്ടോ. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ട്, കഴിയുന്നില്ലല്ലോ. പക്ഷേ ദൈവം സഹായിക്കും, പൂർത്തീകരിക്കാൻ സഹായിക്കും. ആമേൻ. ആ വീട് പണി, ആ പഠനം, ആ ബിസിനസ്, ആ എടുത്ത കോഴ്സ്, ആ ദൈവം ഏൽപ്പിച്ച യാത്രകൾ, എന്തൊക്കെയോ ഇടയിൽ കർത്താവിനോട് പറയുന്നു, വിസ അടിക്കാൻ വേണ്ടിയൊക്കെ കൊടുത്ത പാസ്പോർട്ടുകളൊക്കെ റിട്ടേൺ കിട്ടാതെയൊക്കെ, ചില സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു കിട്ടാതെ എവിടേക്കോ സ്റ്റക്കായി കിടക്കുന്നതൊക്കെ കർത്താവ് ഈ ദിവസങ്ങൾ നിന്റെ കയ്യിൽ തിരിച്ചെത്തിക്കും. ഇതൊരു ദൈവശബ്ദമാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ അത് തുടങ്ങട്ടെ. യേശു ഉപവസിച്ച് തീർന്നപ്പോൾ വിശന്നു. അവിടെയാണ് അടുത്ത വാക്ക് കിടക്കുന്നത്. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. ഇപ്പോഴും സാത്താന് ആവശ്യങ്ങളുടെ നടുവിലാണ്
ഓടി വരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാൻ, അതിനെ മറ്റൊരു നിലകളിലാക്കി തീർക്കാൻ സാത്താൻ വരാറുണ്ട്. അപ്പോൾ അവനടുത്ത് വന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങളെ സമീപിക്കുന്ന, നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് വീക്ഷിക്കണം. ആ വന്നിരിക്കുന്ന സോഴ്സ് അത് ദൈവത്തിൽ നിന്നാണോ, അത് സാത്താനിൽ നിന്നാണോ, അതിൻ്റെ പുറകിലെ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശുവിന് മനസ്സിലായി. വന്ന് ചോദിച്ച ചോദ്യം, നിനക്ക് വിശക്കുന്നില്ലേ? ഈ കല്ലപ്പമാകെ, നീ ദൈവപുത്രനല്ലേ? നീ ദൈവപുത്രനാണോ? സാത്താൻ എപ്പോഴും സംശയം ജനിപ്പിക്കുന്നവന്. നടക്കുമോ? നീ ദൈവവേദലാണോ? ആമേൻ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ അടുക്കൽ വരുന്ന, സഹായമായി വരുന്നതിനെയൊക്കെ ആത്മാവിൽ അതിനെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പണം എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കരുത്. ആ കിട്ടുന്ന പണം സത്യസന്ധമായ പണമാണോ? അതിനകത്ത് വഞ്ചനയുണ്ടോ, ചതിയുണ്ടോ? അതൊക്കെ ശ്രദ്ധിക്കണം. ആരുടെയും കണ്ണുനീരാണോ അത്? എപ്പോഴും ഉറവിടങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോൾ പിശാച് അടുത്ത് വന്നു. എന്നാൽ കർത്താവ് ഭയങ്കര ശ്രദ്ധാലുവായ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന കണ്ടോ? പിശാച് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ. യേശു അതിന് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. ഞാൻ അതിൽ നിന്ന് ഒരു സന്ദേശം കൂടെ തരാം. സാത്താൻ നിനക്ക് വിരോധമായി നിന്നെ തകർക്കാൻ എടുക്കുന്ന ഏത് ചോദ്യത്തിനുമുള്ള ഉത്തരം നിന്റെ കയ്യിൽ ഇന്നലെ തന്നെ ദൈവം തന്നിരിക്കും. കാരണം സ്വർഗം തുറന്ന് പിതാവാം ദൈവം യേശുവിനോട് നേരിട്ട് സംസാരിച്ചു, നീ എൻ്റെ പ്രിയപുത്രൻ. ആ ദൈവശബ്ദം കേട്ട ശേഷമാണ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയത്. ജീവിതത്തിൽ ചിലയിടത്തൊക്കെ നീ നടത്തപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തിൽ നിന്നൊരു കൺഫർമേഷൻ നിനക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ദൈവത്തിൽ നിന്നൊരു ശബ്ദം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാളുകളിലെ പ്രശ്നങ്ങളെ ജയിക്കാനൊരു ഉത്തരം ദൈവത്തിൽ നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് യാത്രകൾ തുടങ്ങും. പരിശുദ്ധാത്മ കൊണ്ടുപോകും. പരിശുദ്ധാത്മ ഇന്ന് കൊണ്ടുപോയിട്ട് നിന്റെ കയ്യിൽ ആൻസർ ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? അതുകൊണ്ട് വെയിറ്റ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവശബ്ദം പ്രാപിക്കുക, ദൈവത്തിൻ്റെ ദൂതുകൾ പ്രാപിക്കുക. അത് പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. അനേകർ തോറ്റയിടത്ത് നിന്നെ ജയിപ്പിക്കാൻ കൊണ്ടുപോകും. അനേകർക്ക് ഉത്തരമില്ലാത്തിടത്ത് ഉത്തരവുമായിട്ട് നിന്നെ കൊണ്ടുപോകും. ഇവിടെ നിന്ന് ഒരു ശബ്ദം കൂടെ തന്ന് നിങ്ങളെ ഉറപ്പിക്കുന്നു, നിങ്ങൾ നാളുകളിൽ നേരിടുവാനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇന്നേ ദൈവം തരും. ഈ ദിവസങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾ പ്രാപിക്കുക. നാളത്തെ ചോദ്യത്തിനുള്ള കാരണം നിങ്ങൾ ഒരു ചോദ്യത്തിന് മുമ്പിലും പകച്ചു നിൽക്കുന്നവരായിരിക്കത്തില്ല, ജയാളിയായി തന്നെ നിന്നിരിക്കും. നമ്മുടെ ദൈവം ഉത്തരങ്ങളുടെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അങ്ങ് കർത്താവെ, ഞങ്ങളിൽ ആരംഭിച്ചതിനെ പൂർത്തീകരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങ് ഞങ്ങളിൽ ദൈവശബ്ദങ്ങളെ നൽകി ഞങ്ങളെ നിറച്ച് അനേകർക്ക് പ്രയോജനമായി മാറ്റുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു പിതാവേ. അങ്ങ് സകലത്തിലും ഒരു സമാപ്തി വരുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്ന പാതി വഴിയിൽ മുടങ്ങിയതെല്ലാം അങ്ങ് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് നന്ദി പറയുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരു സമാപ്തി ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കൾ പൂർത്തീകരിക്കുന്നവരാകട്ടെ, ഈ മക്കൾ പൂർത്തീകരിക്കുന്നവരാകട്ടെ. ഇവരുടെ ലൈഫിൽ എല്ലായിടത്തും ഇവർ ജയാളികളും പൂർത്തീകരണമുള്ളവരുമായി തീരട്ടെ. ഇവരുടെ മുമ്പിൽ ആവശ്യങ്ങളുടെ നടുവിൽ
പിശാച് വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ശബ്ദത്താൽ അതിനെ അതിജീവിപ്പാൻ സഹായിക്കണമേ. ഇവർ നേരിടുന്ന ഏത് പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരങ്ങൾ ഇവരുടെ പ്രാർത്ഥന മുറിയിൽ കിട്ടണമേ. ഇവർ ഉത്തരങ്ങളുമായിട്ട് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കട്ടെ. ഇവർ ഉത്തരങ്ങളുമായി മരുഭൂമിയിൽ നിൽക്കട്ടെ. ഇവർ ഉത്തരങ്ങളുമായി പൈശാചിക മണ്ഡലത്തിന് മുമ്പിൽ തല കുനിക്കാതെ നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തോറ്റ ചിലർ എഴുന്നേറ്റ് വരുന്നല്ലോ, ജയിച്ചു വരുന്നല്ലോ. തോറ്റ ചിലർ ദൈവത്താൽ വിജയിച്ചു വരുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഈ മക്കൾ പിശാച് തകർത്ത ഇടത്ത്, രോഗത്താൽ തകർത്ത ഇടത്തു നിന്ന്, കടത്താൽ തകർത്ത ഇടത്തു നിന്ന്, പാപത്താൽ ശാപത്താൽ തകർത്ത ഇടത്തു നിന്ന് ഇവർ യേശുവിൻ്റെ നാമത്തിൽ ചാടി എഴുന്നേൽക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കൃപയിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ ഉത്തരങ്ങളുമായി ജീവിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ഉത്തരങ്ങളുടെ കാലമാണിത്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.